മോഹൻ വർഗീസ് നോക്കൂ, ഇതിനകത്ത് വളരെ സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ എന്നാണ് BJP-യുടെ വാദം. പക്ഷേ സുപ്രീം കോടതി തുടർച്ചയായി നടത്തുന്ന വിധിന്യായങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് ഒരുപക്ഷെ അല്പം വൈകിട്ടുണ്ടാവും ആ ഹർജി പരിഗണിക്കുന്നത്. പക്ഷേ അന്തിമമായി എന്താണോ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ആ നിലയിലേക്ക് ഒരു വിധിന്യായം വന്നു. സുപ്രീം കോടതിയുടെ മുമ്പാകെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി ഉണ്ടായിരുന്നില്ല. ജാമ്യ ഹർജി വാങ്ങിയെടുത്ത് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടു ഇലക്ഷൻ കഴിയുന്നതുവരെ. പിന്നീട് ഇപ്പോൾ പ്രബീർ പുർഖായസ്തയുടെ കാര്യത്തിനകത്തും ജാമ്യം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തുടർച്ചയായിട്ടുള്ള വിധിന്യായങ്ങൾ നമ്മൾ ഈ ഒരു ഏകാധിപത്യ പ്രവണതയുടെ കാലഘട്ടത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ശ്രീ നികേഷ്, ഒരു ജനാധിപത്യ ക്രമത്തിൽ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ കാവൽ മാലാഖ. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എങ്കിൽ അത് പുനഃസ്ഥാപിക്കാനും നീതി നിർവഹിക്കാനുമുള്ള ഒരു ഘടനാപരമായ സംവിധാനം എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ, എപ്പെക്സ് കോടതിയിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ ഒരു സംവിധാനം നിലവിൽ ഉണ്ടാകൂ. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ വയലൻസിൻ്റെ, ഘടനകൾ തന്നെ വയലൻ്റ് ആകുന്ന ചില സമയങ്ങളാണ്. ആ സ്ട്രക്ചറൽ വയലൻസിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ വിചാരണയില്ലാതെ തടവുകാരെ വെക്കുകയും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ച് അകത്താക്കുകയും, PMLA ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് കരിനിയമങ്ങളായിക്കൊള്ളട്ടെ, അകത്താക്കുകയും ചെയ്താൽ അവരുടെ രക്ഷയ്ക്കെത്തുന്ന ഏക സംവിധാനം കോടതിയാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രബീർ പുർഖായസ്തയുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു സാങ്കേതികമായ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. റിമാൻഡ് റിപ്പോർട്ട് സമയത്തിന് കൈമാറാൻ കഴിഞ്ഞില്ല. അത് ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പിഴവാണ്. ആ പിഴവിൻ്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. കോടതി ശക്തമായി ഇടപെട്ടു എന്ന് പറയുമ്പോഴും അതിന് ആ ഒരു സാങ്കേതികത്വത്തിൻ്റെ ഒരു ചെറിയ പിൻബലം വേണ്ടി വന്നു. ഇവിടെ ശ്രീ നികേഷ്, കാതലായ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സ്വരങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ എന്ന് പറയുന്ന നാലാമത്തെ തൂണാണ്. ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഈ ഫോർത്ത് എസ്റ്റേറ്റിനെ കൂടി പരമാവധി സൈലൻസ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ സ്വരം മാത്രം മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ഘടനകളെ ക്രമീകരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ ഉണ്ട് എന്നതിൻ്റെ 2-3 ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വന്നത്. പല കോടതി അവസാനമായി ഇടപെടേണ്ടി വന്നു. അത് മാത്രമല്ല, ഇതൊരു സീരീസ് ഓഫ് ഇൻസിഡൻസിൻ്റെ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം ശ്രീ നികേഷ് സൂചിപ്പിച്ചു, അതുപോലെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ വിട്ടയക്കേണ്ടി വന്നൊരു സാഹചര്യം വിശദീകരിച്ചു. അതുകൊണ്ട് ആ സാഹചര്യത്തിൻ്റെ അവസാനത്തെ ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇലക്ഷന് വേണ്ടി 4ാം ഘട്ട പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5ാം ഘട്ടത്തിലേക്ക് രാജ്യം പ്രവേശിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ കണ്ണുകളൊക്കെയും ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണകൂടമോ അതിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ശക്തികളോ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്. അത് കുറച്ചുകൂടി അടിവരയിടുന്ന സംഭവമാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ മോഹൻ വർഗീസ്, ഒന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് അഴിമതി വ്യവസ്ഥാപിതമാക്കി എന്നുള്ള ആക്ഷേപമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്നത്. അതാണ് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ ജയിലിലടക്കുക എന്ന് പറയുന്നത് നീതീകരിക്കാനാകില്ല. അതുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കാൻ തീരുമാനിക്കുന്നു സുപ്രീം കോടതി. ഈ പ്രബീർ പുർഖായസ്തയുടെ കാര്യത്തിനകത്ത് മാധ്യമങ്ങളോടുള്ള സർക്കാരിൻ്റെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് പ്രബീർ പുർഖായസ്ത എന്ന് പറയുന്ന ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപക എഡിറ്റർ ഇൻ ചീഫിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ വനേസ ഡൗഗ്നാക്കിനെയും അവാനി ഡാസ പോലുള്ള മാധ്യമപ്രവർത്തകരെ രാജ്യത്തിനകത്ത് പുറത്താക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 8 മാധ്യമപ്രവർത്തകരെങ്കിലും, ഇൻഹൗസ് മാധ്യമപ്രവർത്തകരെങ്കിലും രാജ്യത്ത് ജയിലിൽ കിടക്കുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തന രംഗത്ത് ഇപ്പോൾ 180 രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 159ാം സ്ഥാനത്താണെന്നാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സ്ട്രക്ചറിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ അപെക്സ് കോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണോ കാണേണ്ടത്? അങ്ങനെയാണ് ഒരു ജനാധിപത്യ ക്രമം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ്. ഏതെങ്കിലും ഒരു ഭരണകൂടം ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ഭരണകൂടമായിക്കൊള്ളട്ടെ, നരേന്ദ്രമോദിയുടെ BJP ഭരണകൂടമായിക്കൊള്ളട്ടെ, ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചാൽ അതിനെ ബാലൻസ് ചെയ്യാനും അതായത് ഈ ഭരണഘടനാ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള ഒരു സംവിധാനമാണല്ലോ കോടതി. അപ്പോൾ കോടതിയുടെ നിഷ്പക്ഷത തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ പ്രബീർ പുർഖായസ്തയുടെ വിഷയം
ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഒരു തുടർച്ചയായി സംഭവിക്കുന്ന നീതി ലംഘനങ്ങളിൽ ഒരു കാര്യം മാത്രമാണ്. ഇതിപ്പോൾ വെളിയിൽ വന്നത് ഇലക്ഷൻ സമയമായതുകൊണ്ടാണ് ഇത് കൂടുതൽ സംസാരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ വയലൻസിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും നമ്മൾ കാണുന്നത് ഇത് വളരെ സൈലൻ്റ് ആയിട്ടാണ് വരുന്ന. അടിയന്തരാവസ്ഥ സമയത്തെ 1975-നും 77-നും ഇടയിൽ മാധ്യമ സ്വാതന്ത്ര്യം വല്ലാതെ ഹനിക്കപ്പെട്ടു. അപ്പോഴും ഈ മാധ്യമ ഇൻഡെക്സ് ഉണ്ടല്ലോ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സിൽ ഇത്രയും താഴെ പോയ സമയം ഉണ്ടായിട്ടില്ല. ഇത് 190ഓളം രാജ്യങ്ങൾ, 193 രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിലുള്ളത്. അതെല്ലാം ഈ ഇൻഡെക്സിന്റെ പരിധിയിൽ വരുന്നില്ലായിരിക്കും. എങ്കിൽ പോലും ഒരു 159ാമത്തെ സ്ഥാനത്തേക്ക് മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സ് താഴുമ്പോൾ അത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ലോകത്തെ Debate with M.V. Nikesh Kumar.